എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഫ്യൂജിക ഹോസ്പിറ്റൽ കാണിക്കും. അവിടെയാണ് എൻഡവറിന്റെ വൈഫ്, അതായത് നമ്മുടെ ടോഡറോക്കിയുടെ അമ്മ. ടോഡറോക്കിയും അവന്റെ സിസ്റ്ററും അവർ രണ്ടുപേരും അമ്മയെ കാണാൻ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പ അവന്റെ സിസ്റ്റർ ടോഡറോക്കി അമ്മയ്ക്ക് എഴുതിയ ഓരോ ലെറ്റേഴ്സും അത് വായിച്ചു നോക്കും. അമ്മ പറയും ടോഡറോക്കിക്ക് അവന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞൂടെ, എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ലെറ്റർ അയക്കുന്നേ. അതിന് ആ പെൺകുട്ടി അവള് പറയും അച്ഛനാണ് ഇപ്പൊ സിറ്റിയിലെ നമ്പർ 1 സൂപ്പർ ഹീറോ. അത് കേട്ട് അവരുടെ അമ്മ അവള് ഷോക്കാവും. അമ്മ ദേഷ്യപ്പെട്ട് പറയും ആളെക്കുറിച്ച് ഒരു കാര്യം പോലും എന്നോട് പറയാൻ പാടില്ല. നിങ്ങളുടെ അച്ഛൻ ആള് ചെറുപ്പം മുതലേ എന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഒരു ഭ്രാന്തിയായി മുദ്ര കുത്തി എന്നെ ഇവിടെ അടച്ചിട്ടു. ട്രെയിനിങ്ങിന്റെ പേരില് എന്റെ മകൻ ടോഡറോക്കിയെ അയാൾ ഒരുപാട് ടോർച്ചർ ചെയ്തു. അങ്ങനെയാണ് അവൻ പിന്നീട് ഫയർ പവർ യൂസ് ചെയ്യാതെ എന്റെ ഐസ് പവർ അത് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഈ അടുത്തായി നിങ്ങളുടെ ഡാഡി അദ്ദേഹം എന്നെ കാണാൻ വരാൻ തുടങ്ങി. ഓരോ തവണ വരുമ്പോഴും ഈ ഫ്ലവേഴ്സ് അതെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എൻഡവറിനോട് ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പലതവണ വാൺ ചെയ്തു. ആക്ച്വലി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ വീണ്ടും എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടായിരിക്കും എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ എൻഡവറിനെ കാണിക്കും. എൻഡവർ ആണെങ്കിൽ ആ നോമുവെ അവന്റെ ഫുൾ പവർ എടുത്ത് തല്ലി തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത സെക്കൻഡില് ഇപ്പൊ ആ നോമോ അത് വീണ്ടും റീജനറേറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ എൻഡവർ ആലോചിക്കാൻ തുടങ്ങും ഇതേ നോമോസിനെ അവൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ട്. മുൻപും ഇതുപോലെ ആരോ ആയിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ അവന്റെ ബോഡിയും റീജനറേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഉറപ്പായിട്ടും ഇവനെ പോലെ ഒരു നോമോ അതുമായിട്ട് തന്നെയാണ് ഞാൻ മുൻപ് ഫൈറ്റ് ഇട്ടത്. അപ്പൊ എൻഡവറിന് മനസ്സിലാവും ഈ ബ്ലാക്ക് കളർ നോമോസ് അവറ്റകൾക്ക് റീജനറേറ്റ് ആവാനും സംസാരിക്കാനും കഴിയും. വില്ലൻ ഉടനെ അവന്റെ കൈ ചുരുട്ടി എൻഡവറിനെ അങ്ങനെ വലിച്ചെടുക്കും. എന്നിട്ട് അറഞ്ചം പൊറഞ്ചം അവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങില് ഇപ്പൊ ആഞ്ഞടിപ്പിക്കും. എൻഡവറിന് കലി കയറി ആളുടെ ഫയർ പവർ അത് റിലീസ് ചെയ്ത് അങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും വീണ്ടും ആ മോമോ വില്ലന് നേരെ ഒരുപാട് ഫയർ അങ്ങനെ റിലീസ് ചെയ്യും. അൺലിമിറ്റഡ് ആയിട്ട് ഫയർ അത് പുറത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിലും തീ ആളിപ്പടർന്ന് അതിന്റെ ഉള്ളിലുള്ള ജനങ്ങൾക്കും ഇപ്പൊ അപകടം പറ്റാൻ തുടങ്ങും. ഫയർ വീണ്ടും വീണ്ടും കൂടുതൽ പവറിൽ അങ്ങനെ റിലീസായി ആ ബിൽഡിങ് അത് പകുതിയായിട്ട് കട്ടായി ഇപ്പൊ താഴേക്ക് വീഴാൻ തുടങ്ങും. ഓക്സ് ആണെങ്കിൽ അവനെ റെക്കെ യൂസ് ചെയ്ത് ഒരുപാട് ജനങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ചെറിയ ചെറിയ ഒരുപാട് സൂപ്പർ ഹീറോസ് അവിടേക്ക് എത്തും. പക്ഷെ അവർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ജനങ്ങള് ഇപ്പൊ കൂട്ടത്തോടെ താഴേക്ക് വീഴാൻ തുടങ്ങും. ഓക്സ് ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് അവരെ ഓരോരുത്തരെയും രക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അതേ സമയത്ത് എൻഡവർ ആള് ഫയർ റോപ്പ് ഉപയോഗിച്ച് മോമോ വില്ലനെ പിടിച്ചു വലിച്ച് അങ്ങനെ റൗണ്ട് ചെയ്യും. പക്ഷെ ആ വില്ലൻ അവൻ വീണ്ടും വീണ്ടും റീജനറേറ്റ് ചെയ്യും. മാത്രമല്ല ആ ബിൽഡിങ് അത് മുഴുവനായിട്ടും താഴേക്ക് വീഴാൻ തുടങ്ങും. ഓക്സ് ആണെങ്കിൽ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ജനങ്ങളെ മുഴുവൻ ഒരു കണക്കിന് രക്ഷിച്ചു. ഉടനെ എൻഡവർ ആള് ഹെവി ഫയർ പവർ ഉപയോഗിച്ച് ഇപ്പൊ ആ ബിൽഡിങ് അത് തവിട് പൊടിയാക്കും. സോ അതുകൊണ്ട് തന്നെ ആ ബിൽഡിംഗ് താഴേക്ക് വീണ് ആർക്കും പരിക്കൊന്നും പറ്റില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ നോമോ അതിന്റെ ബോഡി പാർട്സ് അത് സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും 2 നോമോസിനെ കൂടെ ക്രിയേറ്റ് ചെയ്യും. എൻഡവറിന് മനസ്സിലാവും ആ നോമോ വില്ലൻ അവന്റെ ബ്രെയിൻ അത് റോക്കറ്റ് ആണ്. അത് വളരെ വേഗത്തില് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കട്ട് ചെയ്ത പുതുതായിട്ട് ജനറേറ്റ് ആയ ആ 2 നോമോസ് അവരിപ്പോ സാധാരണക്കാരായ ജനങ്ങളെ അറഞ്ചം പൊറഞ്ച് അറ്റാക്ക് ചെയ്ത് തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഓക്സ് അവൻ അവിടേക്ക് ചാടി വീണ് ആ 2 വില്ലന്മാരെയും ഫൈറ്റ് ചെയ്ത് റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതേസമയം ഇവിടെയുള്ള ആ മെയിൻ മോമോ വില്ലൻ അവൻ എൻഡവറിനോട് ചോദിക്കും എന്തു പറ്റി നിന്റെ പവർ അത് ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ? നീയല്ലേ ഈ സിറ്റിയിലെ നമ്പർ 1 സൂപ്പർ ഹീറോ. അത് കേട്ട് എൻഡവർ അവൻ ഒരു സെക്കൻഡ് അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് മുഴുവൻ ശക്തി എടുത്ത് ഒരുപാട് തീ പുറത്തേക്ക് തുപ്പും. ഒരു തീ ഗോളമായിട്ട് എൻഡവർ ആള് ജ്വലിച്ചു നിൽക്കും. അത് കണ്ട് ആ മോമോ വില്ലൻ അവന്റെ അടുത്ത പ്ലാനുമായിട്ട് എൻഡവറിന്റെ അടുത്തേക്ക് വരും. എൻഡവർ ഓരോ തവണയും അതിനെ തല്ലി തെറിപ്പിക്കുമ്പോഴും അത് വീണ്ടും റീജനറേറ്റ് ആയി ഫുൾ ഫോഴ്സില് ഇപ്പൊ എൻഡവറിന്റെ അടുത്തേക്ക് തന്നെ തിരികെ എത്തും. ഒരുപാട് നേരം ആ വില്ലനെ അടിച്ചടിച്ച് ഇപ്പൊ എൻഡവർ ആൾ ടയർഡാവും. ആ ഗ്യാപ്പില് വില്ലൻ അവൻ ചാടി വന്ന് കറങ്ങി ഒരൊറ്റ അടി അടിക്കും. ആ ഒരു അടിയില് എൻഡവറിന്റെ മോന്തയുടെ ഷേപ്പ് മാറി ചോര തുളുമ്പി ഇപ്പൊ താഴേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ഫൈറ്റ് അത് ടിവിയിലൂടെ ഇപ്പൊ ലൈവായിട്ട് കാണിക്കുകയാണ്. എൻഡവറിന് അടി കിട്ടുന്ന ആ ഒരു സീന്
അത് എൻഡവറിന്റെ വൈഫും മക്കളും US സ്കൂളിലുള്ള സ്റ്റുഡൻസും അങ്ങനെ ലോകം മുഴുവനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കുട്ടനാണെങ്കിൽ ഇപ്പൊ എൻഡവറിനെ ഓർത്ത് ഒരുപാട് വിഷമാവും. കാരണം ഓൾറെഡി ഇപ്പൊ ചിരിക്കുട്ടൻ ആള് റിട്ടയർ ചെയ്തു. എൻഡവറാണ് ഇപ്പൊ സിറ്റിയിലെ നമ്പർ 1 സൂപ്പർ ഹീറോ. അവൻ ഇങ്ങനൊരു അവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ആശങ്കയാണ്. മാത്രമല്ല ആ വില്ലന്മാര് അവർ വീണ്ടും കൂടുതൽ ആക്രമണങ്ങള് അഴിച്ചുവിടാൻ ചാൻസ് ഉണ്ട്. ചിരിക്കുട്ടനാണെങ്കിൽ ഇതൊന്നും കണ്ട് താങ്ങാൻ കഴിയില്ല. ആൾക്കൊരു ചെറിയ മൈനർ അറ്റാക്ക് പോലും ആ സ്പോട്ടിലുണ്ടാവും. കട്ട് ചെയ്ത ടോഡ്രോക്ക് അവൻ ആദ്യമായിട്ടാണ് അടികിട്ടി വീണ് കിടക്കുന്ന അച്ഛനെ കാണുന്നത്. അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞ വാക്കുകള് അതൊന്നൊന്നായിട്ട് അവൻ ആലോചിക്കാൻ തുടങ്ങും. അപ്പൊ അതേസമയം ടോഡ്രോക്ക് ആളൊരു അനക്കവുമില്ലാതെ അങ്ങനെ ചോര ഒലിപ്പിച്ച് വീണ് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഓക്സ് അവൻ നിർത്താതെ ചന്നം ഭിന്നം ആ വില്ലന്മാരെ അടിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങളെല്ലാവരും ഇപ്പൊ ശ്വാസം അടക്കി പിടിച്ച് എൻഡവറിനെ ഉറ്റുനോക്കുകയാണ്. ഉടനെ എൻഡവറിന്റെ ഫയർ പവർ അത് സ്പാർക്കായി വീണ്ടും നോമോ വില്ലനെ അടിക്കാനായിട്ട് അങ്ങനെ പാഞ്ഞു വരും. പക്ഷെ എന്താ ഓൾറെഡി ഒരുപാട് അടി കിട്ടിയതുകൊണ്ട് തന്നെ വില്ലന്റെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും എൻഡവർ ആളങ്ങനെ മയങ്ങി താഴേക്ക് വീഴും. അപ്പൊ അതേ സമയത്ത് എൻഡവറിന്റെ മകളും അവളുടെ ഫ്രണ്ടും ആ ഫ്രണ്ട് പറയും നിന്റെ അച്ഛൻ ആ ചിരിക്കുട്ടനെ പോലെ ഭയങ്കര പവർഫുൾ ആണെന്നാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി ആളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ മിണ്ടാതെ മറ്റു സൂപ്പർ ഹീറോസ് വരുന്നത് വരെ അവിടെ അടങ്ങിക്കിടക്കുന്നതല്ലേ ആൾക്ക് നല്ലത്. അതിനവള് പറയും എന്റെ അച്ഛൻ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയില്ല. ഒരുപക്ഷെ ആൾ ഞങ്ങളോട് വളരെ ബാഡായിട്ടായിരിക്കാം ഇത്രയും കാലവും പെരുമാറിയത്. പക്ഷെ അച്ഛന്റെ പവർ അതിനെ മാത്രം നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. കട്ട് ചെയ്ത ആ മോമോ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ജനങ്ങളുള്ള ഭാഗത്തേക്ക് വന്ന് അവന്റെ ആക്രമണം വീണ്ടും വീണ്ടും സാധാരണക്കാരായ ജനങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ചെരുക്കുടനെ വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങും. US സ്കൂളിലെ ഹോസ്റ്റല് അവിടെ ടോഡ്രോക്കിയും ബാക്കി സ്റ്റുഡൻസും അവരെല്ലാവരും ആ ഫൈറ്റ് നോക്കി നിൽക്കുകയാണ്. ടോഡ്രോക്കിക്കാണെങ്കിൽ എന്താ പറയണെന്ന് അറിയില്ല. ആദ്യമായിട്ട് അവന്റെ അച്ഛനെ ഓർത്ത് അവന് വല്ലാതെ സങ്കടം വരും. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ടോഡ്രോക്കിയുടെ അവസ്ഥ കണ്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നീ അങ്ങോട്ട് നോക്ക്, ഇപ്പോഴും ആ ഫയർ കണ്ടോ, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ അച്ഛൻ ആൾ ഉറപ്പായിട്ടും എഴുന്നേറ്റ് വരും. ഇവിടെ എൻഡവർ ആൾ വീണ്ടും ഇപ്പൊ പതിയെ എഴുന്നേറ്റ് ആ വില്ലനുമായിട്ട് ഫൈറ്റ് ഇടും. ഓക്സും അവിടേക്ക് വന്ന് അവനെ കൊണ്ട് പറ്റും പോലെ എൻഡവറിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴായിരിക്കും ഓക്സ് അവനൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുക. ആക്ച്വലി എല്ലാവരും അവർ വലുതായി ഒരു സൂപ്പർ ഹീറോ ആയി മാറുമ്പോ ചിരിക്കുടനെ പോലെ ആവണം എന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ എൻഡവർ ആള് മാത്രമാണ് വ്യത്യസ്തമായി എനിക്ക് ചിരിക്കുടനെ കഴിഞ്ഞും പവർഫുൾ ആയിട്ടുള്ള ഒരാളായി തീരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത്. എൻഡവറിന് അത് വെറും സ്വപ്നം മാത്രമായിരുന്നില്ല. അവൻ ചെറുപ്പം മുതലേ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അന്നു മുതൽ ഓക്സ് എൻഡവറിനെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പതിയെ പതിയെ എൻഡവറിന്റെ വലിയൊരു ഫാനായി തീർന്നു. കട്ട് ചെയ്ത എൻഡവറിന്റെ സ്പീഡ് അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്സ് ഉടനെ അവന്റെ ചിറകുകൾ അത് എൻഡവറിന് കൊടുത്ത് സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ തീയിൽപ്പെട്ട് ആ 2 ചിറകുകളും ഇപ്പൊ വീണ്ടും നശിച്ചു പോവും. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്സ് വിളിച്ചു പറയും എൻഡവർ സാർ, എന്റെ കയ്യില് ഇനി ഫെദേഴ്സ് ഇല്ല, എനിക്കിനി കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാവും പറയുമ്പോ എൻഡവർ ആളാ വില്ലനെ അങ്ങനെ തൂക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. പ്ലസ് അൾട്ര എന്ന് നിലവിളിച്ച് പറഞ്ഞ് എൻഡവർ തന്നെ ഇപ്പൊ ഒരു തീ ഗോളായി മാറി അവൻ അതിൽ കരിച്ചു കളയാൻ തുടങ്ങും. ആക്ച്വലി എൻഡവർ അവനെ മുകളിലേക്ക് കൊണ്ടുപോയത് അത് മറ്റൊന്നും കൊണ്ടല്ല, താഴ്ന്നിന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ തകരും. മാത്രമല്ല ജനങ്ങൾക്കും അത് വലിയ അപകടം ഉണ്ടാക്കും. ജനങ്ങളെല്ലാവരും കണ്ണു തുറപ്പിച്ച് ആകാംക്ഷയോട് കൂടെ അത് നോക്കി നിൽക്കുകയാണ്. അപ്പൊ വലിയൊരു തീഗോളം അതങ്ങനെ താഴേക്ക് വീടുന്നതായിട്ട് ആൾക്കാർ കാണും. എൻഡവറിന്റെ കഥ കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ 1 സൂപ്പർ ഹീറോ അത് മറ്റാരെങ്കിലും ആയിരിക്കും എന്നൊക്കെ കണക്കുകൂട്ടി ഒരുപാട് പേര് അതിന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ച് ഒരു വമ്പ ട്വിസ്റ്റ്. താഴേക്ക് വന്ന ആ കത്തിക്കരിഞ്ഞ ബോഡി അത് മറ്റാരുടെയും അല്ല, ആ വില്ലന്റേതാണ്. അതിന്റെ തൊട്ടടുത്ത എൻഡവർ ആള് പവർഫുൾ ആയി നിൽക്കും. അത് കണ്ട് എല്ലാവരും എൻഡവറിന്റെ പേരൊക്കെ വിളിച്ച് ഇപ്പൊ തുള്ളിച്ചാടും. ടോഡ്രോക്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നൈറ്റ് നമ്മുടെ ഹീറോ അവൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ആള് ഇപ്പൊ പതിയെ ഒരു സ്വപ്നം കാണാൻ തുടങ്ങും. ആ 1/4 പവർ അത് കിട്ടിയ ഓരോരുത്തരായിട്ട് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഉടനെ ഹീറോ അവന്റെ കൈ നീട്ടി ഇപ്പൊ ആ 1/4 പവർ അവന്റെ കയ്യിലേക്ക് അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാൻ തുടങ്ങും. കട്ട് ചെയ്ത ഹീറോ അവൻ ചാടി എഴുന്നേക്കും. അപ്പോഴായിരിക്കും അവന്റെ കൈ അഥവാ ശ്രദ്ധിക്കുക, അവന്റെ കയ്യിൽ ശരിക്കും
ഇപ്പൊ 1 ഫോർ ആൾ പവർ അതങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.